ഹായ് കൂട്ടുകാരെ, ഇന്ന് വിഷുവാണ്. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ വിഷുക്കഞ്ഞി അഥവാ വിഷു പായസത്തിലേക്ക് കടക്കുവാണ്. അപ്പോൾ കുറച്ച് വൻപയർ എടുത്ത് വെള്ളത്തിലിടാൻ പോവുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് 1 കപ്പ് വൻപയറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു 1/2 കപ്പ് പച്ചരി എടുക്കാം. അപ്പോൾ ആ പച്ചരിയും വൻപയറും കൂടിയാണ് വെക്കാൻ പോകുന്നത്. ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ്. പലരും പല രീതിയിലായിരിക്കും വെക്കുന്നത്, പക്ഷേ ഞാൻ എല്ലാ വർഷവും വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ വൻപയറും അരിയും കൂടെ കഴുകി ഒരു 1/2 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. വൻപയർ തലേദിവസം വെള്ളത്തിൽ കുതിർക്കേണ്ട കാര്യമൊന്നുമില്ല. വൻപയർ കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് വേവുന്ന സാധനമാണ്. അല്ലാതെ നമുക്ക് തലേദിവസമൊന്നും വെള്ളത്തിൽ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടും ഒരു 1/2 മണിക്കൂർ വരെ ഇരിക്കട്ടെ, 1/2 മണിക്കൂർ നേരം വരെ ഇരിക്കട്ടെ കേട്ടോ. അങ്ങനെ പയറും അരിയും കൂടെ വേവിക്കാനായിട്ട് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടേ തേങ്ങാപ്പീരുണ്ട്, അതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം കൊഴുക്കട്ട ഉണ്ടാക്കിയായിരുന്നില്ലേ, അതിൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് കാണണേ കേട്ടോ. അതിനകത്ത് ബാക്കി വന്ന കുറച്ച് വിളയിപ്പിച്ച കപ്പലണ്ടിയും ശർക്കരയും തേങ്ങാപ്പീരയൊക്കെ ബാക്കിയുണ്ടായിരുന്നു, അതും എടുക്കാം. പിന്നെ ശർക്കര പാനിയിരിപ്പുണ്ട് അന്നത്തേൻ്റെ, അതും കൂടിയൊക്കെ ഇട്ട് നമുക്കിതിനകത്ത് ഇന്ന് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് വിഷുപ്പായസം ഉണ്ടാക്കാം, അഥവാ വിഷുക്കഞ്ഞി. ഞാനപ്പോൾ പരിപാടി തുടങ്ങണേ കേട്ടോ. ഹലോ, ഞാൻ വിഷുപ്പായസം ഉണ്ടാക്കാൻ തുടങ്ങിയേ. വിഷുക്കഞ്ഞി അഥവാ വിഷുപ്പായസം. എന്താണ് അത്? വൻപയറും ശർക്കരയും പിന്നെ തേങ്ങാപ്പീര, കപ്പലണ്ടി, നെയ്യ് എല്ലാം കൂടെ ഉള്ളത്. പടക്കം മേടിക്കാൻ നിൽക്കണല്ലോ. ഈ പണി കാണിക്കണത് പടക്കക്കാരോടുള്ള വലിയ ചതിയാണ്ടേ കാണിക്കണത്. ചുമ്മാതല്ലേ ചൊവ്വാഴ്ച എന്നൊക്കെ പടക്കമൊക്കെ മേടിച്ചു കൊടുക്കണം വെച്ചേക്കണത്. ഉള്ളവിടെ പയറൊക്കെ ഇട്ട് വിഷുക്കഞ്ഞൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ കണ്ട് പടക്കം മേടിപ്പിക്കുന്നത്. പടക്കത്തിന് ചെലവുണ്ടാകത്തില്ല. ഇന്ന് വിഷു അടിച്ചു പഠിക്കും. നമുക്കിനി ബാക്കി കാര്യങ്ങൾ കാണാട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഈ നെയ്യിൽ വറുത്ത തേങ്ങാപ്പീരയും കൂടിയൊക്കെ നല്ലതുപോലെ യോജിക്കട്ടെ. അങ്ങനെ പയറും അരിയും ആവശ്യത്തിനുള്ള വെള്ളവും അല്പം ഉപ്പും ഇട്ട് വേവിച്ചിട്ട് ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിക്കൊന്നും പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കൊഴുക്കട്ടക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി തേങ്ങാപ്പീരയും കപ്പലണ്ടിയും ശർക്കരപ്പാനിയൊക്കെ ഉണ്ടായിരുന്നല്ലോ വിളയിപ്പിച്ചതേ, അതും കൂടി നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ നമ്മൾ വിളയിപ്പിച്ച് വെച്ച സംഭവങ്ങളൊക്കെ ഇട്ടായിരുന്നല്ലോ ഇതിനകത്ത്. അപ്പോൾ ഈ ശർക്കര നീരിൽ തന്നെ ഉണ്ട് ചുക്കും ഏലക്കാപ്പൊടിയും പിന്നെ അല്പം ജീരകം, നല്ല ജീരകമില്ലേ, അത് പൊടിച്ചതിൻ്റെയൊക്കെ ഫ്ലേവറുണ്ട്. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അല്പം കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും പയറും കൂടെ ഇതിനകത്തേക്ക് ഇടാം. ഞാൻ പയറിട്ടതിന് ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. അതെന്താ കാര്യമെന്നോ, നമ്മുടെ ക്യാമറമാനെ പെയിൻറ്റിങ്ങിലാണ്. കാണിച്ചു തരാവേ. വേണ്ട, പെയിൻറ്റിങ്ങാണ് ഇവിടെ. ശർക്കരപ്പാനിയിലും പിന്നെ നെയ്യിൽ വറുത്തിട്ട തേങ്ങാപ്പീര ഉണ്ടായിരുന്നല്ലോ, അതും കപ്പലണ്ടി എല്ലാം കൂടെ ഇട്ടൊന്ന് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം.
ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തിട്ട് മധുരമൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് പശുവും പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിക്കാം. 1 ഗ്ലാസ്സോളം കേട്ടോ. ഈ 1 ഗ്ലാസ്സിൽ കയ്യിൽ കോരി കാണിച്ചു തരാവേ. തവിയിലേ അല്ലേ നമ്മളന്ന് വെച്ച ഇതില്ലേ, എന്താണ്, കപ്പലണ്ടിയും തേങ്ങാപ്പീരയും ശർക്കരയൊക്കെ കൂടി വിളയിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഓക്കെ, 1 ഗ്ലാസ് പശുവും പാലും ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പായസത്തിൻ്റെ, അതായത് വിഷുക്കഞ്ഞിയുടെ കാര്യം ഓക്കെ ആകും. നമ്മൾ സാധാരണ പയർ മാത്രം വെക്കുമ്പോഴേ, വൻപയർ മാത്രം വെക്കുമ്പോൾ ഇത് കുറുകാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം മൈദപ്പൊടി കലക്കി ഒഴിക്കാം. പക്ഷേ ഇത് അരിയും കൂടെ ചേർന്നിരിക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. നല്ല ഓൾറെഡി നല്ല കുറുകിയ പരുവമില്ലേ, കുറുകിയ പരുവ് അതുപോലെ ആയിട്ടുണ്ട്. മധുരമൊക്കെ കറക്റ്റാണ്. നമ്മുടെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് ഈ പായസം ഇല്ലേ, അതായത് വിഷു പായസം, അതിൻ്റെ ഓർമ്മ എപ്പോഴും എന്നെ ഓർക്കുന്ന കുറച്ച് പേരുണ്ട്. അതായത് എടോ തന്നെ ഓർക്കുന്നത് ഈ വിഷുവിൻ്റെ അന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ഓർക്കൂടോ എന്നൊക്കെ പറയും നേരത്തേക്കേ. ഇപ്പോഴും അവർ ഓർക്കുന്നുണ്ടാവും എന്നെ. എടോ തൻ്റെ പായസം, വൻപയർ പായസം വിഷുവിന് തന്നെ ഓർക്കാത്ത ദിവസമില്ലടോ എന്നൊക്കെ പറയും. അങ്ങനെയുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ. അപ്പോൾ ഇന്നവരെന്നെ ഓർക്കും എന്ന് കരുതുന്നു. അങ്ങനെ നമ്മുടെ വിഷുപ്പായസം ഇവിടെ റെഡിയായിട്ടാ. അങ്ങനെ നമ്മുടെ വിഷുപ്പായസം കഴിക്കാൻ പോവാണ്. മഞ്ഞ കിട്ടാണല്ലോ വന്നേക്കണത്. ഇത് ഞാൻ തയ്ച്ച നൈറ്റാണ്, അതുകൊണ്ടാണ്. ഓണത്തിനും വിഷുവിനും ഈ നൈറ്റ് അന്നേരം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ തിലകം പറഞ്ഞ പോലെ ഓണം, റംസാൻ എന്തായിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് ഏത് ഡ്രസ് ഇട്ടാലും എനിക്ക് എന്റെ ഈ നൈറ്റി ഇല്ലേ, ഞാൻ തയ്ച്ച നൈറ്റി, അതിടുമ്പോഴാണ് എനിക്ക്. പായസം എങ്ങനെയുണ്ട്? പായസം അങ്ങനെ നമ്മുടെ ഈ ഫ്ലവറും കൊന്നപ്പൂന്നും ഇല്ല കേട്ടോ ഇവിടെ. അതുകൊണ്ട് ഈ ഫ്ലവറും, ഞാൻ ഉണ്ടാക്കിയ ഫ്ലവറും, പിന്നെ ഫിഷ് പായസം. എല്ലാവർക്കും നല്ലൊരു സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. ഓക്കെ, ബൈ ബൈ.